കുറച്ച് നാളായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ ഞാൻ ഓർത്തതാണ് കേട്ടോ നമ്മുടെ സൗഖ്യേനെ. സൗഖ്യയിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾ വീട്ടിൽ കുഞ്ഞു വാവകളുള്ളവരാണ്, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഫുഡിന് വേണ്ടി നോക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റിയാണ് നമ്മുടെ നാടൻ സൗഖ്യ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ നിന്ന് ഞാൻ മേടിക്കുന്ന ഐറ്റംസ് നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. ഈ നവരയുടെ അരി, ഷുഗർ കെയിൻ, അതായത് നമ്മുടെ ഈ ഒരു പനങ്കൽക്കണ്ട ഉണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര നാച്ചുറലാണ്. പിന്നെ ഈ നവര അരിയുടെ ഈ പൗഡർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുന്നതും. ഇത് കുറുക്കി കുടിക്കും, അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ നാളികേരം പാലിൽ ഈ റൈസ് ഫ്ലോർ ഇങ്ങനെ കുറുക്കി കുടിക്കും. അപ്പോൾ ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആവും. അതുപോലെ തന്നെ ചിലപ്പോൾ 4 മണി നേരത്ത് ഒരു ഫുഡ് ക്രേവിങ്സ് വരികയാണെങ്കിൽ കുറച്ച് ഈ പനങ്കൽക്കണ്ടൊക്കെ ഇട്ടിട്ട് ഈ റാഗി പൊടിയൊക്കെയാണ് കുറുക്കി കുടിക്കാറുള്ളത് കേട്ടോ. കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു കായയുടെ പൊടി എന്ന് പറയുന്നത്. ചിലപ്പോൾ കണ്ണങ്കായ ആയിരിക്കാം, ചിലപ്പോൾ നേന്ത്രക്കായയുടെ പൊടിയായിരിക്കാം കലക്കി കൊടുക്കുന്നുണ്ടാവുക. അത് ഏറ്റവും പ്യുവറായിരിക്കണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മേടിച്ച് കഴിക്കുന്ന, എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് മിക്സിൻ്റെ ഒരു പൗഡർ ഉണ്ട്, അതാണ് നമ്മൾ കാലത്ത് പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കുന്നത്. പിന്നെ ഈ ഒരു പനങ്കൽക്കട്ടത്തിൻ്റെ ഈ ഒരു കട്ട ഉണ്ടല്ലോ, അതുണ്ട്. ഈ കണ്ണങ്കായ അല്ലെങ്കിൽ കുന്നങ്കായ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ട്. പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്റ്റുകളാണുള്ളത് കേട്ടോ. ബൊട്ടോക്സ് ചെയ്ത മുടിയിൽ സ്ത്രീ എന്ത് എണ്ണ ഉപയോഗിക്കാമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനിവിടേക്ക് ഒരു ബ്ലാക്ക് സീഡ് ഓയിൽ ഉണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ദന്തപാലയുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൽ ഈ സ്കെയിലിങ്ങും അതുപോലെ തന്നെ സോറിയാസിസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് ഏട്ടായിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഏട്ടായിയുടെ സ്കിൻ അത്യാവശ്യം നല്ല സ്ട്രോബെറി സ്കിന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സ്കിന്നും അമ്മയുടെ സ്കിന്നും ഒക്കെ ഇതുപോലെ തന്നെ, ചേച്ചിയുടെ സ്കിന്നൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു ഡ്രൈനെസ്സിനോട് കുറച്ച് ചെറുത്ത് നിൽക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്കിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് കുറച്ച് നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ എണ്ണ എന്ന് പറയും. അതുപോലെ തന്നെ ശ്രീ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണടാ നീ ആ ഹ്യൂമിഡിഫയറിൽ ഒഴിക്കാറുള്ളതെന്ന് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. ഈ ഡൈല്യൂട്ട് ചെയ്യുന്ന പുൽത്തൈലാണ്. എനിക്ക് ഓർഗാനിക് മണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ പുൽത്തൈലത്തിൻ്റെയും നമ്മുടെ പെപ്പർമെൻറ്റിൻ്റെയും ഭയങ്കര ഒരു നമുക്കിങ്ങനെ ഒരു പോസിറ്റീവ് എനർജി. എത്ര തലവേദന എടുത്തിരിക്കുകയാണെങ്കിൽ ആ മണം കേട്ട എൻ്റെ തലവേദന പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. പക്ഷെ അതാണ് സംഭവം. പിന്നെ ഈ ഒരു ഗ്ലോ ഓയിൽ, ഇപ്പം എൻ്റെ സ്കിന്ന് കുറച്ചധികം ഓയിലി ആയ കാരണം കൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എൻ്റെ സ്കിന്ന് കുറച്ച് ഓയിൽനെസ് മാറുമ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ മാറുമ്പോൾ ഇതിങ്ങനെ പുരട്ടി, കുരു വരാത്ത സമയത്തൊക്കെ ഇത് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ലിബാം ഞാൻ നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യമാണ്. എപ്പോഴും എൻ്റെ ലിബിൽ നിങ്ങൾ ലിപ് ഗ്ലോസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ കാണാറുണ്ടാവും. ആക്ച്വലി അത് ലിപ്സ്റ്റിക് അല്ല. ഈ ലിപ് ബാമാണ്, ടിൻറ്റഡ് ലിപ് ബാമാണ് ബീട്രൂട്ടിൻ്റെ. ഒരുവിധം എല്ലാ കാര്യങ്ങളും ലേബലുകളും അതുമ്മ തന്നിട്ടുണ്ട്. അതിൻ്റെ പാക്കിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സെക്യൂർ ആയിട്ടാണ് വരുന്നതെന്ന്. ഇത് ഞാൻ പറയാൻ കാരണേ, ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഇവരുടെ പ്രൊഡക്റ്റുകൾ ഡെയിലി യൂസ് ചെയ്ത് വരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിൽ നിന്ന് ഉള്ളൊരു കുട്ടിയാണ്. കുറേ കൊല്ലത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളി. അങ്ങനെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കഴിയുമ്പോൾ എനിക്കിങ്ങനെ അയച്ചു തരും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ആവശ്യമുള്ളവർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ്. കൂവയും അതുപോലെ തന്നെ റാഗിയും കുറുക്കിയത്. ഒരു അസാധ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്നാക്കോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു ഐറ്റമൊക്കെയാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് ഒരു ഗ്ലാസ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു പനങ്കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. സാധാരണ പനങ്കൽക്കണ്ടല്ല, പനയുടെ ഈ ഒരു ശർക്കര ഇട്ട് കൊടുക്കുക. സാധാരണ ശർക്കര ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ഈ ഒരു റാഗി വേറൊരു വെള്ളത്തിൽ, കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കെട്ടാണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് നമ്മുടെ ആ തിളച്ച് വന്നിട്ടുള്ള ആ പനങ്കൽക്കണ്ടത്തിൻ്റെ ആ ഒരു പ്യൂരി ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാണ്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. ഒട്ടും കൈവിടാൻ പാടില്ല. അപ്പോൾ ശ്രീകുട്ടൻ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൂട്ടി സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ കൂവപ്പൊടി 2-3 ടീസ്പൂൺ വേറൊരു വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. 2-3 സ്പൂൺ മതി. കൂവ എന്ന് പറയുന്നത് ഒരു ജെല്ലി ടൈപ്പായിട്ടാണ് നമുക്ക് കിട്ടുക. കൂവ കുറുക്കിയത് കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഈ നമ്മുടെ
ഏകാദശി സമയത്തും ആ സമയത്തൊക്കെ കൂവ വെരുകിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടില്ലേ. അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേ കണ്ടോ അതിൻ്റെ ആ കൺസിസ്റ്റൻസി മാറി മാറി വരുന്നത് കണ്ട. അപ്പോൾ അതുപോലെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ വിടാണ്ട് ഇളക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടനാണ് കേട്ടോ അപ്പുറത്തെ വശത്ത് നിൽക്കുന്നത്. ശ്രീകുട്ടൻ പൊതുവെ ഈ വക സംഭവങ്ങളൊന്നും കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു മധുരം ബാലൻസ് ചെയ്ത് ഞാൻ ഒരുപാട് മധുരമൊന്നും ചേർക്കില്ലടാ. അപ്പോൾ നമുക്കിത് കുറേ കഴിക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ഗിൽട്ട് ഫ്രീ ആയിട്ടുള്ള ഫുഡാണ്, അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ള. എന്നാ നന്നായിട്ട് വയറ്റിൽ നിന്നൊക്കെ ശോധനയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഫുഡ്. മാത്രമല്ല ശരീരം നന്നായിട്ട് തണുപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ശരീരത്തിലത്തെ ആ ഒരു കൂളില്ലേ, അതായത് തണുപ്പില്ലേ, അതിങ്ങനെ നിലനിർത്തി ഒരു എന്താ പറയുക ഒരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും, വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ഇരിക്കും തോറും ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പം ഞാനതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നാളികേരം പാലിൽ ചെയ്തെടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫുഡ് എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തിന് എന്താവശ്യമുണ്ടോ അതായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ. ഞാനിപ്പോൾ ജിമ്മിന് പോയപ്പോഴൊക്കെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് ന്യൂട്രീഷനെ കുറിച്ച് കൂടുതൽ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതലും ഞാനിതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ BSc നേഴ്സിങ്ങിന് പഠിച്ചിട്ടുണ്ടായിരുന്ന ന്യൂട്രീഷൻ്റെ ബുക്കൊക്കെ പൊടി തപ്പിയെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫാമിലിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വായ തോരാതെ കഴിക്കുന്നതാണപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അടിപൊളിയാണെന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സംഭവം അടിപൊളിയാണ്. ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. എന്തായാലും സൗഖ്യയുടെ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒരിക്കലും ഒരു പ്രൊമോഷനൊന്നും അല്ല, ഞാൻ എപ്പോഴും മേടിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി മണ്ണമ്പേട്ട വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അവൻ്റെ മോൾ ആദ്യമായിട്ടാട്ടാ വണ്ടി മോരിന് ഇവിടേക്ക് വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വരാൻ പറയാറുമില്ല. പിന്നെ തനിച്ച് പോകുമ്പോൾ തനിച്ചൊക്കെ പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് എൻ്റെ മോള് ശരിക്കും പറയണേ ഇന്നലെ ഞാൻ വിചാരിക്കായിരുന്നു വലുതായിട്ടില്ല എന്ന്. ഇപ്പോഴും ചെറിയ കുട്ടിയാ, കുഞ്ഞു കുട്ടിയാ. ആള് മാത്രം വലുതാവാത്തുള്ളൂ. ഉണ്ണിമോളും ശ്രീകുട്ടനും വരെ എൻ്റെ മനസ്സിൽ വലുതായി. ആള് വലുതായിട്ടില്ല. നാളെ കഴിഞ്ഞ് മറ്റന്ന വരാക്കരപ്പൂരാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കാനുണ്ടായിരുന്നു, അതിനാണ് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നത്. വീട് കാണാനുള്ളതുണ്ടല്ലേ മൊത്തത്തില്. ഞാൻ ആദ്യം പോയിട്ട് ഇത്തിരി വെള്ളം കുടിക്കട്ടെ കേട്ടാ. നാളികേരം അവിടെ ഞാൻ കൊപ്ര വെയിലത്ത് വെച്ചിട്ടേ അത് തിന്നാനാണ് പോണ്. അത് തിന്നും, അതിൻ്റെ പിണ്ണാക്ക് തിന്നും, അതിൻ്റെ കൊറ്റനടിയിലത്തെ മറ്റേ ഇതില്ലേ കീടം വരുന്നത് അത് കോരി തിന്നും, ഒക്കെ തിന്നും. കാറിയതില്ല, അത് നല്ല ഫ്രഷ് അല്ല അത്. അത് അച്ഛൻ ഓരോന്ന് പൊട്ടണത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴേ അതാക്കി വെക്കുന്നിട്ട്. എന്നിട്ട് നമ്മൾക്കൊരു കുപ്പി വിളിച്ചണ കൊണ്ടുവന്ന നാള്. ആ വെട്ടി ഉണക്കണതല്ല ഇപ്പൊ കടയിൽ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ലതായിട്ടാ തിരുമുടി മഞ്ഞാക്കണം വിചാരിച്ചതാ, തിരക്കിൻ്റെ ഇടയിലാ ചെയ്ത്. പിന്നെ അത് ആക്കിയില്ല. പിന്നെ മോമൊക്കെ എപ്പോഴെങ്കിലും ആക്കിക്കാമെന്ന് വിചാരിച്ചു. ഞാനാക്കുമ്പോൾ അത് ശരിയാവുന്നില്ല. 34 വർഷത്തിലധികം പഴക്കമുള്ളതാണ് എൻ്റെ ഈ വീട് കേട്ടോ. ഈ വീട് ഇന്നിങ്ങനെ നിൽക്കുന്നതിൽ അച്ഛൻ്റെയും അമ്മയുടെയും വലിയൊരു എന്താ പറയുക പ്രയത്നം തന്നെയുണ്ട്. ഇപ്പോഴും ആ വീട് പുതിയ പോലെ ഇരിക്കണം, അത്ര ഭംഗിയാ വീട് കാണാൻ. അപ്പൊ അമ്മ വീണ്ടും വന്നുട്ടോ, കൊറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ ഒക്കെ അമ്മേ ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അമ്മ സുഖമില്ല എന്താണോന്നൊക്കെ കുറേ ആൾക്കാർ കടയിലൊക്കെ വന്നിട്ട് വീഡിയോ ഇടുന്ന് പറയില്ല. അപ്പൊ ഞാൻ കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചതാ. ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊരു ടെൻഷനുമാണ്. നല്ല പണിയാണ് വീഡിയോ ഇടാന്ന് പറഞ്ഞാ. വീണ്ടും വരൂട്ടാ പൂർവാധിക ശക്തിയോടെ. ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെത്തികള്. എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നുട്ടോ. അതന്നെ അവിടെ വന്നിട്ട് എല്ലാവരും പറഞ്ഞു അയ്യോ അത് വല്ലാണ്ട് മിസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ വിശാലമായ അടുക്കള. കാണാത്തതാണ് കണ്ട് മടുത്തതാ അല്ലേ. അപ്പൊ അമ്മ ഒത്തിരി മടുപ്പ് മാറാനാണ് നിർത്തി വെച്ചോക്കള്. അപ്പൊ അവിടുത്തെ ചെടികളൊക്കെ അമ്മ മാറ്റി വെച്ചുട്ടാ. മൊത്തം വീട് ആകാളും മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ അപ്പോഴും കേട്ടി നമ്മൾ മേടിച്ചു വെച്ച സാധനങ്ങളൊക്കെ അവിടെ ഒക്കെ മോള് വാങ്ങിച്ചു തന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ വേണമെന്ന് ഞാൻ പറയും. ഞാൻ വരുമ്പോഴേക്കും കഴിക്കാനായിട്ട് ചേമ്പൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ചേച്ചി കുഞ്ഞല്ലാത്ത കാരണമുണ്ടേ
കുഞ്ഞൻ വരുവോ? കാലം മുന്നോട്ട് പോകുന്തോറും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ? ആദ്യം എന്റെ മോള് എത്ര വർഷമല്ലേ അണ്ട് നിന്നേ പോലും. പക്ഷെ എനിക്ക് അത് ഫീൽ ചെയ്യണില്ല. അമ്മക്ക് ഫീലുണ്ട്. എനിക്ക് കുഞ്ഞില്ലാത്തപ്പോ എപ്പോഴാ ഫീൽ ചെയ്യണേ? ആ ഒരു മിസ്സിങ് എന്തിട്ടാന്ന്. പിന്നെ എന്തൊരു വിഷമാന്നറിയോ? പിന്നെ അങ്ങോട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ചേമ്പ് എല്ലാ അമ്മമാർക്കും അതെ, മക്കള് ഇല്ലാണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തിട്ടാ ഒരു ഉത്സാഹം ഉണ്ടാവില്ല. ഉണ്ണിമോൾ തന്നെ ഇപ്പൊ ഇല്ലാണ്ട്. മക്കള് വരാന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അമ്മ ഇപ്പന്നിട്ട് അച്ചാറാ അത്ര. ഇപ്പന്നിട്ട് അച്ചാറാ കടയിൽ നിന്ന് ഇട്ടിട്ട് കൊണ്ടുവന്നത്. തിരി കടയിലിട്ടപ്പോഴേ കുറച്ച് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എവിടെയാ ഇനി ചെയ്യണ്ടേ? അപ്പോൾ ചേമ്പ് പൊഴിയത് വലിയ ഇഷ്ടമായിരുന്നു. അത് കാരണം ഭാഗ്യം എവിടെ കണ്ടാലും ചേമ്പ് മേടിക്കൂല മോനെ. പണ്ട് നമ്മുടെ കടയിലില്ലെങ്കിലും എവിടെയെങ്കിലും കണ്ടാലും ഭാഗ്യം ചേമ്പ് മേടിക്കും. ഇതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേമ്പ്, പേട, അതൊക്കെ. പിന്നെ അത്ര ഇതില്ല. ഇപ്പൊ അത് പറഞ്ഞ ഈ ചേമ്പ് വരുന്ന ചേമ്പാണേ. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് പറിക്കുന്ന ചേമ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാ. നമ്മുടെ വീടിന്റെ പിന്നാമ്പുറാണിത്. അതായത് വലിയൊരു അറയുണ്ട് കേട്ടോ അവിടെ. വരാന്താന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇവിടെ തൃശ്ശൂരേനെ അറയെന്നാണ് പറയാ. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ ഒരാളും നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരാറില്ല. എല്ലാവരും അടുക്കള സൈഡിൽ കൂടെയാണ് കയറി വരാറുള്ളത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ ഡിസിഷൻസും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും. ഇതാണ് ഞങ്ങളുടെ അന്നദാതാവ്. ഇത് എത്ര കൊല്ലമായി ഉണ്ടാവും? 10-20 കൊല്ലമായി ഉണ്ടാവില്ല. എന്റെ വയസ്സുണ്ടാവും. റേഷൻ കടയത്തെ BPLന്റെ കാർഡും അതുപോലെ തന്നെ ഒരു ഇരുമ്പുള്ളിമാരുണ്ടെങ്കിൽ ജീവിക്കാം എന്ന് ഞാൻ പറയാറില്ലേ. ആ കാണുന്ന ഇരുമ്പുള്ളിമാരാണ് അതിന് ഉദാഹരണം കേട്ടോ. അങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ വളർത്തിയെടുത്തത്. അതിന്റെ ചെറിയ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ടെന്ന്. അപ്പോൾ കടയിലേക്ക് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ അമ്മ ഇന്നും നാളെ ഇനിയിപ്പോൾ കടയിൽ പോകണ്ടാവില്ല. അപ്പോൾ ഞാൻ ഭാഗ്യൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടാൽ പുള്ളിക്ക് അത് എത്തില്ല. അത് കാരണം കൊണ്ട് ഞാൻ നേരിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചധികം സാധനങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജോഡി ചുരിദാർ ആൾക്ക് പൂരത്തിന് മുമ്പ് ഇടാനുള്ളതാണ്. പിന്നെ ഈ ജോഡി ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോക്സിൻ്റെ ചെരുപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്രോക്സിൻ്റെ ചെരുപ്പിൻ്റെ വില പറഞ്ഞപ്പോൾ അയ്യോ എനിക്കതൊന്നും വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് 4 ആൾക്കുണ്ട് ഈ ചെരുപ്പ്. ഇതുപോലത്തെ തന്നെ ജംപ്ലൈറ്റിൻ്റെ ഈ ചെരുപ്പ് കേട്ടോ. ആഫ്രോ ജാക്കിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടി കുറച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വിലയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. 400 രൂപ വ്യത്യാസമുണ്ട്. ആഫ്രോ ജാക്കിന് 400 രൂപ എക്സ്ട്രാ ആണ്. ഇതുമ്മയ്ക്ക് ഒരു കവർ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കേട്ടോ. അപ്പോൾ ഞാൻ ആ കവറും കൂടെ മേടിച്ചിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. ഈ വീട്ടിൽ കുഞ്ഞു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെയാണ് അമ്മ മാറ്റങ്ങൾ വരുത്തിയത്. ചേച്ചിയുടെ കല്യാണം നടന്നതും എൻ്റെ കല്യാണം നടന്നതും ഒക്കെ വീട്ടിലാണ്. ഞങ്ങൾ തന്നെ പുറത്ത് നമ്മൾ പന്തലെടുക്കുക അല്ലെങ്കിൽ ഹാള് ബുക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ വീട്ടിൽ കുഞ്ഞൊരു പന്തലിട്ടിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കല്യാണങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ നിന്ന് കുഞ്ഞു മാറ്റങ്ങൾ അവർ രണ്ടാളും തന്നെയാണ് വരുത്താറുള്ളത്. ഈ പെയിന്റ് അടിയും അമ്മയും അച്ഛനും തന്നെയാണ് ചെയ്തത്. നല്ല സാധനം നമ്മുടെ സോഫ അത്ര നല്ലതല്ലേ. കൊറേ കാലം മുന്നേ മേടിച്ചതാ. ഈ സ്റ്റീലിന്റെ ഇതൊക്കെ വെച്ചിട്ടുള്ളത് മരവും നല്ലത്. അതുകൊണ്ടുള്ള കുഴപ്പാ. അല്ലാണ്ട് ഈ കുഷ്യന്റെ ഈ കവറിന്റെ കുഴപ്പമല്ല, സോഫയുടെ കുഴപ്പാ. വലിയ സോഫയ്ക്ക് ഇടണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടാ. കുഞ്ഞേ വീട്ടിൽ കുഞ്ഞു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ 3 റൂമൊക്കെ ഉള്ളൊരു വീടായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 2-3 മാസമൊക്കെ ഉള്ളപ്പോഴാണ് അമ്മയച്ഛനും കൂടെ ഈ വീടൊക്കെ പണിത് ഈ ലെവലിലൊക്കെ എത്തിച്ചത്. ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതിലൊക്കെ ഒരുപാട് കഥകൾ നമുക്ക് എല്ലാവർക്കും പറയാണ്ടാവില്ലേ, പണ്ടത്തെ കഥകൾ. അതുപോലെ കഥകൾ ഉറങ്ങുന്നതാണ് ഈ വീടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പണിയെടുക്കുന്നുണ്ടെന്നാണ് അച്ഛനും അമ്മയും കൂടെ. രണ്ടാളും ഒരുമിച്ച് കോപ്പറേറ്റീവായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നത്. അമ്മയുടെ ഒപ്പം തന്നെ അച്ഛനും പണിയെടുക്കും. അമ്മ പറയണ എല്ലാ കാര്യങ്ങളും അച്ഛൻ കേൾക്കും. അത് കാരണം കൊണ്ട് അമ്മയ്ക്ക് ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമൊന്നും വരാറില്ല. അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിങ്ങനെ രണ്ടാളും കൂടെ നുറുക്കിപ്പറക്കി ഇതുപോലെ മീനുകളുണ്ട്. പിന്നെ അയൽപ്പക്കത്തെ ചേച്ചിമാരൊക്കെ അച്ഛനും അമ്മ ഇല്ലാത്ത സമയങ്ങളിൽ മീനൊക്കെ തീറ്റിട്ട് കൊടുക്കാനും ശാന്തവലിമയും റോസിലേച്ചിനും ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ വീഡിയോയിൽ. അതുപോലത്തെ നല്ലൊരു അയൽപ്പക്കം കൂടി ഉള്ളത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മിക്കതും ചേച്ചിയോരെ എടുത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്തോ ആയിരിക്കും അമ്മയച്ഛനും ഉണ്ടാവുക. അച്ഛനമ്മയും കിടക്കുന്ന റൂമാണ്. അവിടെയാണ് ഞാനും കിടക്കാറുള്ളത്. ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അണിയിച്ചൊരിയിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇതേ കണ്ടില്ലേ നമ്മുടെ പ്ലേ ബട്ടൺ ഇരിക്കുന്നത് ഞാനും ചേച്ചിയും കുഞ്ഞനും ഞങ്ങൾ 4 പേരും ഒക്കെ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പുള്ളിക്കാരി മൊത്തത്തിൽ പെയിന്റ് അടിച്ചപ്പോൾ, പുള്ളിക്കാരി അല്ല കേട്ടോ, അയ്യോ എൻ്റെ അച്ഛനും കൂടി ഉണ്ട്, 2 പേരും തന്നെ പെയിന്റ് അടിച്ച് കൂട്ടിയതിൻ്റെ ഭാഗത്തിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 3/6/2010 എൻ്റെ അമ്മയെ 15 കൊല്ലം മുന്നേ
ഇത് ചേച്ചിമാരെ ആരുടെ ഇഷ്ടാ ആരുടെങ്കിലും ആവോ അത്? അല്ലേ ചേച്ചിമാരെ ഈ ബുക്ക് എനിക്ക് ഇവിടെ നേട്ടായി മേടിച്ചുകൊണ്ടെന്ന്. അതായത് നമ്മുടെ പഴയ ബുക്ക് മേടിക്കാൻ കിട്ടില്ലേ നമ്മുടെ തൃശ്ശൂര് പാറമേക്കാവിന്റെ അപ്പുറത്തെ വഴിയില്ലേ അമ്മ നമ്മള് പോയിന്റെ ഒരു ദിവസം എന്താ പറയാ, അതായത് അതിലങ്ങനെ പോയില്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്ക് സൈക്കിൾ ആർട്സ് സ്കൂളിലേക്ക് എത്തും. എനിക്കറിയില്ല വഴി നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുന്ന വിചാരിക്കും. അവിടെ ഇങ്ങനെ റോഡരികില് പഴയ ബുക്സുകൾ മേടിച്ച് വിൽക്കും. അപ്പൊ അവിടുത്തെ ബുക്സുകൾ എനിക്ക് ഏട്ടായി ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗും എല്ലാ ബുക്സും നമുക്ക് കിട്ടും. ഏട്ടായി എനിക്ക് ഇവിടെ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് തരികയാണ് ചെയ്തിരുന്ന ബുക്സുകൾ. നല്ല വില കുറവിന് കിട്ടും. നമ്മള് ബുക്ക് മേടിക്കാനായിട്ട് 10,000-2,500 രൂപ വേണം ഓരോ കൊറേ കിടന്ന് നടന്ന് ബുക്കുകള് വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. വില എത്രയാണെന്നറിയോ? ഭയങ്കര വില. പക്ഷെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടും. സെക്കൻഡ് ഹാൻഡ് കിട്ടും. സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ കിട്ടുന്ന ബുക്കിന് വില കുറവായിരിക്കും. എന്റെ ബുക്ക് അടിപൊളി ബുക്കാണ്. ഞാൻ ബുക്ക് എന്ന് പറഞ്ഞ ദൈവമാണ്. ഞാനത് കാരണം വരയ്ക്ക് എഴുതി ഒന്നും ചെയ്യില്ല. നല്ല ഭംഗിയുണ്ടാവും കാണാൻ എന്റെ ബുക്കുകൾ. ഇതിപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. ഈ ബുക്ക് മുഴുവൻ പഠിച്ചു കഴിച്ചതാട്ടാ. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ ഡിസീസ് കണ്ടീഷനുകൾ വരുമ്പോൾ സൈക്കോളജി ഞാൻ റെഫർ ചെയ്യും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് വലിയ ഡിസീസ് കണ്ടീഷനൊന്നും ഇല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇപ്പൊ സൈക്കോളജി ഒക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. മോർഗന്റെ ബുക്ക് എന്നാണ് പറയുന്നത്. മോർഗന്റെ ബുക്കിൽ ഉണ്ടാവും എന്ന് പറയാ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ വീട്ടിൽ പോട്ടെ കേട്ടാ. നാളെ കഴിഞ്ഞ് മറ്റന്ന് വീണ്ടും കാണാൻ കഴിഞ്ഞില്ല. മച്ചൻ വരാൻ കാത്തിക്കണില്ല. അമ്മനോട് പൊക്കോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. വൈകുന്നേരമായാലേ അതിൽ കൂടെ പോവാൻ ബുദ്ധിമുട്ടാണേ. ഇപ്പൊ പോവാണ് ആള്. മറ്റന്നാണ് അങ്ങനെ കെട്ടും കിടയൊക്കെ എടുത്ത് ഞാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വണ്ടിയുമേ നമ്മുടെ മണ്ണമ്പേട്ട വരെ വരുന്നത്. അപ്പോൾ തന്നെ വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, തന്നെ വന്നപ്പോഴേ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്തു. അച്ഛൻ്റെ അമ്മേരൊക്കെ എടുത്തേക്ക് ഇനി തന്നെ വരാലോ എന്നൊരു തോന്നൽ. ബുക്കൊക്കെ ആയിട്ടാണ് മടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്കൻഡ് ഹാൻഡ് ബുക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടും കേട്ടോ. ടാറ്റാ. അങ്ങനെ പതുക്കെ വീട്ടിലേക്ക് പോയിട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലേക്ക്, കുറച്ചധികം. എനിക്ക് തോന്നുന്നു ഒരു 10-12 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഭാഗ്യന് അവിടെ ചെടിയൊക്കെ നനയ്ക്കുകയായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കാബേജ് നട്ടിട്ടുണ്ട്. അതൊക്കെ നനയ്ക്കുന്ന തിരക്കില്ല ഭാഗ്യൻ. നോക്കിയപ്പോൾ ശ്രീകുട്ടൻ തൊട്ടപ്പുറത്ത് ചാമ്പക്കായ പൊട്ടിക്കുന്നു. നമ്മൾ വീട് വെച്ച സമയത്ത് ഇവിടെ ധാരാളം പഴച്ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചാമ്പക്കായും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാമ്പക്കായമ്മക്കൊക്കെ നിറച്ച് ചാമ്പക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിറച്ച് ഇരുമ്പുളിയും ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം പോലും പിന്നെ ഇതിലേക്ക് വീടില്ല ശ്രീകുട്ട. കുറച്ചധികം ചാമ്പക്കായ ഉണ്ടായി കണ്ടപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ വൈനിടാമെന്ന്. അപ്പോൾ രമേശ് ചേട്ടൻ ആ മരം ഒന്ന് കുലുക്കിണ്ട് അടിയിൽ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒന്നും വീണില്ല. എന്തായാലും ഇതൊക്കെ പറക്കി കൂട്ടി നമുക്ക് വൈനിട്ടാലോ. ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കി തന്നത് ഭാഗ്യനും ശ്രീകുട്ടനും കൂടിയിട്ടാണ് കേട്ടോ. നടു പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ ഞാൻ മറന്നു പോയായിരുന്നു ഈ ഒരു മാങ്ങ ഇട്ട് വെച്ച കാര്യം. കുറേ മാങ്ങയൊക്കെ കഴിഞ്ഞു, കുറച്ച് മാങ്ങകൾ ഇത് ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചാമ്പക്കായ ഒന്ന് വൈനിടാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും മേടിക്കണില്ല. പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വൈൻകൂട്ടൊക്കെ മേടിച്ചിടുകയാണെങ്കിൽ നല്ല വീര്യം ഉണ്ടാവും. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ എന്തായാലും ഈ നേരമായില്ലേ. അപ്പോൾ നമുക്ക് പഞ്ചസാര ഇങ്ങനെ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാമ്പക്കായ ഒരു ലെയർ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ ഗരം മസാലയിലത്തെ വലിയ കൂട്ടുണ്ടല്ലോ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കച്ചോലം, ആ വക സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെ വീണ്ടും ലെയർ ചെയ്ത് പഞ്ചസാര ലെയർ ചെയ്ത് അതുപോലെ തന്നെ ചാമ്പക്ക ലെയർ ചെയ്ത് അങ്ങനെയാണ് വൈനിടുന്നത് കേട്ടോ. ഇതിൻ്റെ സെയിം ആയിട്ടുള്ള പ്രോസസ്സ് ഇങ്ങനെയൊന്നല്ല, അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ഇങ്ങനെയൊന്നല്ല. കുറച്ച് എന്താ പറയുക, വൈൻ കൂട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിലാണ് ഗോതമ്പ്, നുറുക്ക് ഗോതമ്പൊക്കെ കിഴികിട്ടി ഇട്ടിട്ടുണ്ടെങ്കിലാണ് നല്ല വീര്യം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ചാമ്പയ്ക്ക ജ്യൂസ് പോലെ ഇരിക്കും. ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചാമ്പയ്ക്കയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ചുങ്ങി അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വേറെ രീതിയിലായിട്ട് ഇത് ഒരു പകുതി ആവും കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
കുറച്ച് നാളായിട്ട് വേണ്ടപ്പെട്ടവർക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് അതിയായ ആഗ്രഹത്തിൻ്റെ പേരിൽ നമ്മളിന്ന് ആമസോണിൽ നിന്ന് 1, 2 പ്രൊഡക്റ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുള്ളത് നമ്മൾ മണ്ണമ്പേട്ട പോയി വരുന്ന വഴിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതാർക്കാണെന്ന്. അത് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. എന്തായാലും ഈ ഒരു സമ്മാനം എനിക്ക് വേണ്ടപ്പെട്ട ഒരു 3 ആൾക്കുള്ളതാണ്. ഒരു ടോപ്പ്, ഒരു കോട്ട് സെറ്റാണ് എടുത്തിട്ടുള്ളത് വിത്ത് ബോട്ടം ആൻഡ് ടോപ്പ്. അതല്ലേ കോട്ട് സെറ്റ് എന്ന് പറയാം. അതാണെടാ, ഒരു പച്ച കളറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അത് ഓഫ്‌ലൈൻ മേടിച്ചതാണ് ട്ടോ. ഈ ഒരു പെട്ടി ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഗിവ് അവേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ കൊടുക്കാനുള്ള ആൾക്കുള്ള ഹാൻഡ് ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹാൻഡ് ബാഗ് ഞാനും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ട്ടോ. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചോളൂ. പിന്നെ ഞാൻ വേറൊരു പുരുഷനാണ് അടുത്ത എൻ്റെ സമ്മാനം മേടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വ്യക്തി പുരുഷനായതുകൊണ്ട് ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാംരാജിൻ്റെ വൈറ്റ് ഷർട്ട്. പിന്നെ എൻ്റെ പോലെ തന്നെ കുറേ ക്രീമൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ക്രീമിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് മൺഡേ ഡെലിവറിയിലേക്ക് നമ്മുടെ ആമസോണിൽ നിന്ന് എക്സ്പ്രസ്സോ വഴി മേടിച്ചിട്ടുള്ളതായിരുന്നു. 2 വാച്ചാണ് കേട്ടോ. ഈ വാച്ച് ഒരെണ്ണം ആ ഷർട്ടിൻ്റെ മുതലാളിക്കും, പിന്നെ ഒരെണ്ണം വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. സോനാട്ടയുടെ ഒരു വാച്ചാണ്. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാതെ അടിപൊളി വാച്ചാണ് കേട്ടോ. നല്ല ഒരു ലെതറിൻ്റെ സ്ട്രാപ്പ് മാത്രം കിട്ടുന്ന ആളായ കാരണം കൊണ്ട് അത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് മേടിച്ചതാണ്. പിന്നെ ഒരു ലേഡീസ് വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ലേഡീസ് വാച്ച് ഫോർ അനദർ പേഴ്സൺ കേട്ടോ. വേറെ 3 ആൾക്കാണ്. അതിലത്തെ 3ാമത്തെ ആൾക്കാണ് ഈ വാച്ച് ഉള്ളത് കേട്ടോ. നിങ്ങളൊന്ന് ഗസ് ചെയ്തോളൂ ആർക്കായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറേ നാളായിട്ട് കാട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു വേറെ പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ നമ്മുടെ ഇവളയൊക്കെ ആയിട്ടുള്ളത്. അതിൽ ഇവളയൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഡയലിൻ്റെ ചുറ്റും ഇതുപോലത്തെ ഡയമണ്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാച്ചാണ് കേട്ടോ. ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ അവർ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോക്കൊക്കെ തന്നിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഇതിനെ കട്ട് ചെയ്യൊന്നും വേണ്ട. അടിപൊളിയായിട്ടുള്ള ഒരു വാച്ചാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് സൊനാറ്റയുടെ തന്നെ പോസിൻ്റെ വാച്ചാണ്. നല്ലതാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ചെയിൻ ആയിട്ടുള്ള വാച്ചുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അല്ലാതെ അവർക്ക് എന്തിഷ്ടം, അവർക്കിഷ്ടം നമ്മൾ ഒരു 20% നോക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർക്കല്ലേ നമ്മൾ അത്രയും സമ്മാനങ്ങൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ അവരത് ഉപയോഗിക്കും എന്ന് തോന്നുന്ന സമ്മാനങ്ങളല്ലേ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിങ്ങനെ ഒരു പേപ്പറിലൊക്കെ വെച്ച് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ, ഒരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. ഈ ഗിഫ്റ്റ് പേപ്പറിൽ ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. കുറേ നാളായി ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ട്. കുറച്ച് നാൾ മുമ്പ് ശ്രീകുട്ടന് വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഗിഫ്റ്റ് പേപ്പറിൽ കെട്ടണം എന്നൊക്കെ വിചാരിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് പേപ്പറാണ്. അന്ന് കെട്ടാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമ്മാനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ട്. ഈ കിട്ടൽ വളരെ കുറവാണെന്നുണ്ടെങ്കിലും എനിക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി സർപ്രൈസ് ആയിട്ട് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈ ഒരു ബോക്സ് കൊണ്ടുവരുമ്പോൾ അവരുടെ മുഖത്ത്, അവരുടെ കണ്ണിൽ വരുന്നുള്ള ഒരു 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 തിളക്കമുണ്ടല്ലോ, എൻ്റെ സാറേ, അതെനിക്ക് ഭയങ്കര പ്രഷ്യസാണ് ആക്ച്വലി. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ. ഒരു ഒരു പ്രത്യേക സന്തോഷം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ ഭാഗ്യൻ്റെ മുഖത്തും നമ്മുടെ വീട്ടിലെ എല്ലാവരുടെ മുഖത്തും സ്പെഷ്യലി ശ്രീകുട്ടൻ്റെ മുഖത്തൊക്കെ കാണാറുണ്ട് കേട്ടോ. അവരൊക്കെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായത് കാരണം കൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമുക്ക് കിടന്നുറങ്ങിയാലോ. ഇനി ബാക്കി വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ കാലത്ത് കാണാം കേട്ടോ.